സംസ്ഥാന സ്കൂൾ കലോത്സവം സ്പെഷ്യൽ അനന്തപൂരത്തിന്റെ സ്പെഷ്യൽ ബസ്സിലേക്ക് നമ്മുടെ ഗസ്റ്റ് രണ്ടുപേരും ഗസ്റ്റ് അല്ല നമ്മുടെ സ്വന്തമാണ് എ റഹീം MP. നമുക്ക് ചർച്ചകളിലൂടെ ചൂടേറിയ ചർച്ചകളിലൂടെ പലപ്പോഴും നമ്മൾ തല്ലുണ്ടാക്കാറുണ്ടെങ്കിലും കലയുടെ കാര്യത്തിൽ നമ്മൾ ഒറ്റക്കെട്ടാണ് അല്ലേ റഹീമിക്ക? തന്നെയാണ് യഥാർത്ഥത്തിൽ ഓരോ ഫെസ്റ്റിവലും എല്ലാ വിദ്വേഷവും വെറുപ്പും അല്ലെങ്കിൽ അഭിപ്രായ ഭിന്നതകളെല്ലാം മാറ്റിവെച്ച് വലിയൊരു ആശയവിനിമയത്തിൻ്റെയും സ്നേഹം പങ്കുവെക്കലിൻ്റെയും പുതിയ സൗഹൃദങ്ങൾ ഉണ്ടാകുന്നതിൻ്റെയൊക്കെ വേദിയാണ് എല്ലാ കലോത്സവം. കലോത്സവത്തിന് പോയപ്പോഴാണോ അമൃതയെ കണ്ടത് അതോ അല്ലാതെയാണോ? അല്ല, അത് കമ്മിറ്റി വിടാൻ പോയപ്പോഴാണ്. ഇപ്പൊ വീട്ടിലാണ് കമ്മിറ്റി. ആ കമ്മിറ്റിയിൽ 2 അംഗങ്ങളും കൂടുതലായി. ഇപ്പൊ കൂടുതലായി. അത് നടന്നിട്ട് പാളയ കമ്മിറ്റി ഓഫീസിൽ ഇവിടെ തൊട്ടപ്പുറത്ത് തന്നെയാണ്. ഒരു ദിവസം ഞാൻ DYFI ഏരിയ കമ്മിറ്റി കഴിഞ്ഞിട്ട് നേരെ മ്യൂസിയത്തിലേക്കായിരുന്നോ? അതൊന്നുമില്ല, അങ്ങനെ ഷൂട്ടഡ് ആയിരുന്നില്ല. ഞാനവിടെ ചെന്നപ്പോ അവിടെ ഇരിക്കുന്നത് ആരാന്ന് ചോദിച്ചു. നമ്മുടെ റഡാറിൽപ്പെട്ടത് അവിടെ വെച്ചാണ്. ആ കമ്മിറ്റി കൂടാൻ പോയപ്പോഴേക്ക് അമൃതയുടെ റഡാറിൽ റഹീമിക്ക ഉണ്ടായിരുന്നു. അതിനു മുമ്പ് എനിക്കറിയാം, ഞാനങ്ങനെ റഡാർ പിടിച്ചില്ലെന്ന്. പരിചയമുണ്ട് ഇവരെല്ലാരും പരിചയമുണ്ടായിരുന്നു. നമ്മളത് വളരെ സീരിയസ് ആയ ഒരു ചർച്ച കഴിഞ്ഞ ദിവസമായിരുന്നു. അമൃത ഒരു പഠിപ്പിസ്റ്റാണ് അല്ലെ? ഒരു പഠിപ്പിയാണ് അമൃത. പഠിക്കുന്നതിനല്ല, ക്ലാസ്സിൽ കയറുമായിരുന്നു. കോളേജ് ക്ലാസ് ടീച്ചേഴ്സ് കേട്ടത് അവര് ഒന്ന് സംശയിക്കും, ക്ലാസ് കണ്ടിട്ടില്ലല്ലോ. പഠിപ്പ് എന്നതിനപ്പുറത്ത് അമൃത തുടർച്ചയായി സംസ്ഥാന കലോത്സവത്തിൽ പ്രൈസ് വിൻ ചെയ്തിട്ടുള്ളയാളാണ് കേട്ടോ സുജയ. സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ തുടർച്ചയായി പ്രൈസ് വിൻ ചെയ്യുകയും അങ്ങനെ ഒരു ടാലന്റഡ് ആയിട്ടുള്ള ആൾ കൂടിയാണ് അമൃത. അമൃതയുടെ ഇനങ്ങൾ ഏതൊക്കെ, ഐറ്റങ്ങൾ ഏതൊക്കെ? മൈക്കൊന്ന് കൈമാറിക്കേ കലാകാരിക്ക്. ഞാൻ ജില്ലാതലം വരെ പ്രസംഗം, കവിത, കാവ്യകേലി, അക്ഷരശ്ലോകം ഒക്കെ മത്സരിച്ചിട്ടുണ്ട്. പിന്നെ എല്ലാ ഗ്രൂപ്പ് ഇവന്റുകളുടെയും ലീഡ് പാടാനായിട്ട് പോയിട്ടുണ്ട്. മാർഗംകളി, ഒപ്പന, തിരുവാതിര, ഗ്രൂപ്പ് സോങ് എല്ലാം. ഗ്രൂപ്പ് സോങ് വരെ ഒറ്റയ്ക്ക് പാടിയിട്ടുണ്ട്. ഒറ്റയ്ക്കല്ല, ഗ്രൂപ്പിൽ പാടാൻ പോയിട്ടുണ്ട്. പാട്ട് പഠിച്ചവർ ലീഡ് പാടുകയും കൂടെ നമ്മൾ നിന്ന് കൊടുത്താൽ മതി പാടിയിട്ടുണ്ട്. പക്ഷെ എന്റെ സംസ്ഥാന കലോത്സവം വരെ ഞാൻ പോയിട്ടുള്ളത് കാവ്യകേളി ഇനത്തിലാണ്. കാവ്യകേളി ഒരു ഓർമ്മയുണ്ടോ ഏതെങ്കിലും? അതെന്ന് വെച്ചാൽ അത് ഞാൻ പറഞ്ഞുതരാം. അതല്ല, അത് പാടാം, പക്ഷെ ഇത് മനസ്സിലാവുമോന്ന് എനിക്കറിയില്ല. എത്ര പേർക്ക് കാവ്യകേളി അറിയാമെന്നറിയില്ല. കാരണം അക്ഷരശ്ലോകം എല്ലാവരും കേട്ടിട്ടുണ്ട്. അത് ഈ പറഞ്ഞ പോലെ സംസ്കൃത വൃത്തത്തിലുള്ള 4 വരികളാണ് നമ്മൾ ശ്ലോകം എന്ന് പറയുന്നത്. ആ ശ്ലോകം ചൊല്ലിയാണ് നമ്മൾ 3ാമത്തെ വരിയുടെ ആദ്യത്തെ അക്ഷരം അങ്ങനെയാണല്ലോ പോകുന്നത്. കാവ്യകേളി അങ്ങനെയല്ല, ഭാഷാവൃത്തമായിരിക്കണം. അപ്പോൾ ഒരു കവിത പഠിക്കുമ്പോൾ ഇത് ഭാഷാവൃത്തമാണോ സംസ്കൃത വൃത്തമാണോ എന്ന് തിരിച്ചറിയലാണ് ആദ്യം വേണ്ടത്. അപ്പോൾ ഭാഷാവൃത്തത്തിലുള്ള കവിതകൾ ഒരുപാട് പഠിക്കണം. എങ്കിൽ അതിൽ 8 വരി ചൊല്ലണം. 5ാമത്തെ വരിയുടെ ആദ്യത്തെ അക്ഷരം വെച്ച് അടുത്ത ആൾ ചൊല്ലണം. അന്താക്ഷരി പോലെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും. അപ്പൊ 5ാമത്തെ വരിയുടെ ആദ്യത്തെ അക്ഷരം വെച്ചിട്ടാണ് അടുത്ത ആൾ. അപ്പൊ ശ്രദ്ധിച്ചിരിക്കണം, ഇത് 5ാമത്തെ വരി ആണോ എന്ന് മനസ്സിലാകണം. ഈ കവിത നമുക്കും പരിചിതമായിരിക്കണം, എങ്കിലേ നമുക്കത് മനസ്സിലാവുള്ളൂ. ചിലപ്പോൾ ചൊല്ലുന്ന രീതി കൊണ്ട് നമുക്ക് ആ വരി അവിടെ മനസ്സിലാവണമെന്നില്ല. അപ്പൊ സ്ട്രെസ് കൊടുക്കണം അവിടെ. 5ാമത്തെ വരിയുടെ ആദ്യത്തെ നമുക്ക് സ്ട്രെസ് എടുക്കാൻ പറ്റാത്തത് കൊണ്ട് റഹീമിക്കയ്ക്ക് കൂടെ മനസ്സിലാവും. റഹീമിക്ക ഇവളിനി കാവ്യകളി എന്നൊക്കെ പറഞ്ഞ് ഞാനിപ്പോ അതായിരുന്നു കൗതുകമായ കാര്യം, അമൃതയെ അന്ന് പഠിപ്പിച്ചു കൊണ്ടുവന്നൊരു സുനിൽ മാഷുണ്ട്. ആ സുനിൽ മാഷിന്റെ ടീം ഈ കലോത്സവത്തിനും വരുന്നുണ്ട്. ഞാനാണ് ആദ്യത്തെ കുട്ടി. ഞങ്ങൾ വെറുതെ ഞാനും സാറും കൂടെ കളിക്ക് ഉച്ചയ്ക്ക് പോയി ഇന്ന് ഗുരുവിനെ ഒന്ന് കണ്ടുമുട്ടണ്ടേ? 7-ാം തീയതി ഗുരു വരും, പക്ഷെ ഞാൻ ഇന്ന് പോകും തിരിച്ച് ഡൽഹിക്ക്. കവിത. അപ്പൊ അമൃതയുടെ ഒരു കവിതയിലേക്ക് നമുക്ക് ചെറിയൊരു ട്യൂൺ ഇട്ട് കൊടുത്താലോ? കവിതയ്ക്ക് ഒരു വാമപ്പ്, കവിതയ്ക്ക് ഒരു കവിത എടുക്കുമ്പോഴത്തേക്ക് ഒരു വാമപ്പ് നമുക്ക് കൊടുക്കാം. ചെണ്ടറെഡി അല്ലേ? ചെണ്ടറെഡി. നമ്മൾ ശരിക്കും അവർക്കൊരു ബൈക്ക് കൂടി നമുക്ക് വേണ്ടതുണ്ട്. കനകക്കുന്നിലെത്തിയിട്ടുണ്ട്. അപ്പൊ കവിത റെഡി ആവുന്നുണ്ട്. കവിത വരട്ടെ. കവിതയെന്ന് വിളിക്കണോ? അല്ല, അതിനിടെ കവിത തപ്പുന്നതിനിടയില് MP ആയ ശേഷം എങ്ങനെയുണ്ട് ഡൽഹി? നല്ല തണുപ്പല്ലേ? പുതിയ സ്വെറ്ററൊക്കെ വാങ്ങിച്ചോ? സ്റ്റൈലുള്ള ഇന്നിപ്പോ തിരിച്ചു ഡൽഹിക്ക് പോകുന്നുണ്ട്. പോയി കഴിയുമ്പോഴേക്കും ചെയ്തോ? അല്ല, അവിടുന്ന് ഡൽഹിയിൽ നിന്നെല്ലാം റെഡിയാണ്. അപ്പൊ കഴിഞ്ഞ തവണ തന്നെ പോകുമ്പോൾ വിന്റർ സെഷൻ ആയിരുന്നല്ലോ. പക്ഷെ വിന്റർ സെഷന്റെ സമയത്തുള്ളതിനേക്കാൾ കടുത്ത തണുപ്പാണ് ഇപ്പോഴെന്ന് പറയുന്നത് ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ. അതിനറിയാം, ചാടിയാളാണല്ലോ. അപ്പോൾ നല്ല തണുപ്പായി എന്ന് പറയുന്നു. അപ്പോൾ ഈ കഴിഞ്ഞ ഒരു വീക്കിലുണ്ടായിരുന്നില്ല, ഇവിടെ നാട്ടിലായിരുന്നു. ഇപ്പൊ അടുത്ത വീക്കിൽ നിന്ന് പോവാണ്.
റഹീമണ്ണൻ മത്സരങ്ങൾക്കൊക്കെ പങ്കെടുത്തിട്ടുണ്ടോ ശരിക്കും? ഒരുപാട്. ശരിക്കും അത് പറയാൻ പറ്റിയ സാക്ഷിയാണ് ഇരിക്കുന്നത്. നമ്മളെ ഈ പാലോട് മേളയ്ക്ക് നമ്മളൊക്കെ ചെറുപ്പമാണ്, വളരെ ചെറിയ കുട്ടിയായിരിക്കെ എല്ലാ റഹീമിക്കൊക്കെ അങ്ങനെ വലിയ വയസ്സിലാക്കില്ല, വലിയ പ്രായമല്ല, കോളേജിലൊക്കെ പഠിക്കുന്ന സമയത്തായിരിക്കണം പാലോട് മേളയ്ക്ക് സ്ഥിരമായി എത്തുകയോ അവിടെ പ്രസംഗിക്കുകയും ചെയ്തു. ആരാധനയോടെ നോക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അതാണ് ഞാൻ ചോദിച്ചത്. അല്ല, പാലോട് മേളയ്ക്ക് പ്രസംഗിക്കാൻ വരും. സന്തോഷ് ബാബുവിനെയും കൊണ്ട് ഞാൻ ഈ തിരുവനന്തപുരത്തുള്ള എല്ലാ ക്ലബ്ബ് ഫെസ്റ്റിനും രാത്രിയും പകലൊന്നും ഇല്ലാതെ അനുഭവങ്ങൾ ഒരുപാട് പറഞ്ഞു. എനിക്കൊരു മറക്കാൻ പറ്റാത്തൊരു അനുഭവമുണ്ട്. അണ്ടൂർക്കുണം എന്ന് പറയുന്ന സ്ഥലത്ത് ഞങ്ങൾ മത്സരിക്കാൻ പോയി. ഞങ്ങളാണ് വിന്നറായത്. അങ്ങനെ ഞങ്ങൾ ഈ മൊമെൻറ്റോസൊക്കെ വാങ്ങിക്കാൻ വേണ്ടി പോയിട്ട് ഞാൻ റഹീമൊക്കെ വേറൊരു സുനി എന്ന് പറഞ്ഞ ചേട്ടനാണ്, പുള്ളി മരിച്ചുപോയി. അവസാനം തിരിച്ചു വരാൻ ഞങ്ങളിൽ വണ്ടിക്കൂലിക്ക് പൈസയില്ല. അങ്ങനെ ഞാനും റഹീമൊക്കെ ആ സുനിച്ചേട്ടനും കൂടെ അണ്ടൂർക്കുണത്തുനിന്ന് പോത്തങ്കോട് വരെ നടന്നു വന്ന്. അതൊരിക്കലും മറക്കാൻ പറ്റില്ല. രാത്രി എല്ലാം കഴിഞ്ഞു ഉണ്ടായിരുന്നു. ക്ലബ്ബ് മത്സരത്തിന് പോയതാണ് ഞാൻ. സ്കൂളിലുണ്ടായിരുന്ന സമയത്ത് എല്ലാ മത്സരങ്ങൾക്കും പേര് കൊടുക്കും. നാടകം പേര് കൊടുക്കും. അല്ല, അതല്ല, നാടകമായാലും ശരി, മോണോ ആക്ട് ആയാലും ശരി. എൻ്റെ ഐറ്റം തിയേറ്റർ ആയിരുന്നു. നാടകവും മോണാക്ട് ആയിരുന്നു എൻ്റെ ഐറ്റം. ഇല്ല, അതിന്റെ പ്രശ്നം എന്നറിയാമോ? അതിനൊരു കോൺടെസ്റ്റ് ഇതല്ല, നമ്മള് കഥാപാത്രത്തെ ആവാഹിക്കണം. അതിന്റെ പ്രശ്നം അതല്ല സുജി. അതിന്റെ പ്രശ്നം അതൊരു സ്റ്റേജ് പെർഫോമൻസ് ആണ്. അപ്പൊ അത് ആ സ്റ്റേജ് അങ്ങനെ ഒരു കോണ്ടെക്സ്റ്റ് അല്ലാതെ നമ്മളിത് പറഞ്ഞാല് അത് ഒരു മോശമാണ്. അത് ശരിയല്ല. കവിത റെഡിയാണ്. ഇത് ഇവർക്കെല്ലാം വിട്ടു കൊടുക്കുന്നതാണ് നല്ലത്. പ്രസംഗത്തിലൊക്കെ പങ്കെടുത്തിരുന്നില്ലേ ശരിക്കും? ഇല്ല, അതിൽ വളരെ കൗതുകരമായ കാര്യം, എനിക്ക് പ്രസംഗിക്കാൻ അറിയാതെ എനിക്ക് അറിയില്ലായിരുന്നു. അപ്പോൾ സ്കൂളില് പാട്ട് ഉൾപ്പെടെ എല്ലാറ്റിനും കൊടുക്കും, പ്രസംഗത്തിന് മാത്രം കൊടുത്തിരുന്നില്ല. കാരണം പാട്ട് സമൂഹത്തിൽ കൊടുത്താൽ മതിയല്ലോ. ഇതിന്റെ ഇടയ്ക്ക് ഞാനൊരു കാര്യം പറഞ്ഞോട്ടെ, അതെനിക്ക് പറയണം. പണ്ട് ഈ മൈക്ക് അനൗൺസ്മെന്റിന് പോകുമ്പോൾ റഹീം എംപിയുടെ അറിയാ കഥകൾ വെളിപ്പെടുത്തുന്നു. മൈക്ക് അനൗൺസ്മെന്റിന് പോകുമ്പോൾ റഹീമൊക്കെ എന്നെ കൂടെ കൊണ്ടുപോയിട്ട് ഇതുപോലെയുള്ള സിറ്റി ഏരിയ വരുമ്പോൾ റഹീമൊക്കെ വിളിക്കും, കച്ചിനിരുന്ന് വിളിക്കും. റബ്ബറും കാടത്തുമ്പോ എനിക്ക് തരും. സത്യം. എന്നിട്ട് ആ സമയത്ത് പുള്ളിയുടെ പരിപാടി റബ്ബറും കാടൊക്കെ എത്തുമ്പോ എന്നെ തച്ചിനിരുന്ന് വിളിപ്പിച്ചിട്ട് പുള്ളി ഡ്രൈവിംഗ് പഠിക്കും. മറ്റേ ഡ്രൈവർ ഇത് എനിക്ക് എവിടെയെങ്കിലും പറയണമെന്നുണ്ടായിരുന്നു. ഇന്ന് ആ സമയം ഒത്തുവന്ന് അതിന് റിപ്പോർട്ടർ ടിവിയോട് 1000 നന്ദി. സന്തോഷമായില്ലേ റഹീമിക്ക?